രണ്ടാം യാമം എന്ന സിനിമ എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ കഥ എന്താണെന്ന് നോക്കാം. സോഫിയ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു നമ്പൂതിരിക്ക് ഉണ്ണി, യദു എന്നിങ്ങനെ രണ്ട് ആൺമക്കളുണ്ട്. സോഫിയയും ഉണ്ണിയും തമ്മിൽ ഒരു നല്ല ബന്ധം ഉടലെടുക്കുന്നു. ആചാരങ്ങൾ എന്ന പേരിൽ യദു സ്ത്രീകളെ മോശമായി സമീപിക്കുന്നു എന്ന് സോഫിയ കണ്ടെത്തുന്നു. ഇതറിഞ്ഞ യദു എന്റെ വഴിയിൽ കുറുകെ വരരുത് എന്നവർക്ക് താക്കീത് നൽകുന്നു. അതിനുശേഷം സോഫിയയെ പാമ്പ് കടിക്കുന്നു. നാട്ടുകാരെല്ലാവരും ചേർന്ന് വിഷമിറക്കി അവരെ രക്ഷിക്കാൻ നമ്പൂതിരിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അവരെ കണ്ടയുടനെ രക്ഷിക്കാൻ വളരെ പാടാണെന്ന് നമ്പൂതിരി പറയുന്നു. എന്നാൽ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് യദു അവരെ രക്ഷിക്കുന്നു. അതുമാത്രമല്ല, അവരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നു. ബോധം തെളിഞ്ഞ സോഫിയ തനിക്ക് നേരിട്ട അനീതിക്ക് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്നു. ഇതിനുശേഷം നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നല്ലൊരു സന്ദേശം ഈ ചിത്രത്തിലൂടെ നൽകിയിട്ടുണ്ട്. സ്വാസികയുടെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. മറ്റഭിനേതാക്കളും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ബിജിഎം, ഗാനങ്ങൾ എന്നിവയെല്ലാം തരക്കേടില്ല. നാട്ടിൻപുറത്തെ ഭംഗി ഒപ്പിയെടുക്കുന്ന രീതിയിലാണ് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത്. കഥാപരിസരം രസകരമാണെങ്കിലും തിരക്കഥയിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിവരും. രണ്ടാം പകുതിയിലെ തിരക്കഥയെല്ലാം വളരെ ഫ്ലാറ്റാണ്. കുറച്ചുകൂടി രസകരമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതൊരു മികച്ച സിനിമയാകുമായിരുന്നു. CG വർക്കുകളെല്ലാം കൃത്രിമമാണെന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. സിനിമയുടെ വേഗത ആവറേജാണ്. മൊത്തത്തിൽ ഇതൊരു ശരാശരിയിലും താഴെയുള്ള ചിത്രമായാണ് അനുഭവപ്പെട്ടത്. സിനിമയിൽ അശ്ലീല രംഗങ്ങൾ ഉള്ളതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഇരുന്ന് കാണാൻ ശ്രമിക്കരുത്. രണ്ടാം യാമം എന്ന സിനിമയ്ക്ക് ഞങ്ങൾ നൽകുന്ന റേറ്റിംഗ് 10-ൽ 4.5. ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മൂവി സ്റ്റുഡിയോ ഫിലിം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റിവ്യൂവിൽ കാണാം.